രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പരിശോധിക്കാം പ്രധാന തലക്കെട്ടുകൾ. News headlines brought to you by Happy Jacks. Happy keeps everybody happy. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് സമാപനം. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രാജ്യസഭ പാസാക്കി. സമ്മേളനത്തിന്റെ അവസാന ദിനത്തിലും സഭാ നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. ഏറ്റവും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കുഴിയാകുമ്പോൾ പറഞ്ഞ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഭയങ്കര ഉള്ളതുകൊണ്ട് അവർ ബാക്കിയെല്ലാം ആദ്യം കുഴിച്ചു, ഇതിൽ ലാസ്റ്റ് ഇത് വെച്ചു. പക്ഷേ ഇതിൽ 32 അടി വരെ കുഴിച്ചാലും 32 അടി വരെ കുഴിക്കുന്ന ഒരു കിണർ കുഴിക്കുന്ന അത്ര കുഴിച്ചാലും 22 അകലവും 32 ആഴം കടിച്ചാലും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ധർമ്മസ്ഥലയിൽ കള്ളങ്ങൾ പൊളിയുന്നു. 17 SIT നടത്തിയത് ആഴത്തിലുള്ള ഖനനങ്ങൾ. സ്ത്രീകളെ കൊന്ന് കുഴിച്ചുമൂടിയെന്ന ആരോപണത്തിന് തെളിവുകൾ ലഭിച്ചില്ല. ശുചീകരണ തൊഴിലാളി പറഞ്ഞത് കള്ളമെന്ന് പ്രദേശവാസികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊച്ചിയിൽ. നാളെ BJP സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സന്ദർശനം ഗൻയാൻ ദൗത്യത്തിലേക്കുള്ള ചവിട്ടുപടിയെന്ന് ശുഭാംശു ശുക്ല. ഭാരത് സർക്കാരിനും ISROയ്ക്കും നന്ദി. ഇന്ത്യൻ ഗവേഷകർ നിർദ്ദേശിച്ച പരീക്ഷണങ്ങളും ബഹിരാകാശത്ത് നടത്തിയതായി ശുഭാംശു. വിശദമായ വാർത്തകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. അതിന്റെ തത്സമയ സംപ്രേഷണം കാണാം. ലൈവാണ് കേട്ടോ. നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ? കോൺഗ്രസിന്റെ യുവനേതാവ് പാലക്കാട്ടിൻ MLA പീഡനവീരൻ രാഹുലേ പൂവൻകോഴി രാഹുലേ
രാജിവെക്കൂ പോ പുറത്ത് രാജിവെച്ച് പോ പുറത്ത് രാജിവെക്കൂ പോ പുറത്ത് രാജിവെച്ച് പോ പുറത്ത് അയ്യയ്യേ നാണക്കേട് അയ്യയ്യേ നാണക്കേട് അയ്യയ്യേ ഇത് നാണക്കേട് അയ്യയ്യേ ഇത് നാണക്കേട് കേരള നാട്ടിന്റെ അപമാനോ കേരള നാട്ടിന്റെ അപമാനോ കേരള നാട്ടിന്റെ അപമാനോ കേരള നാട്ടിന്റെ അപമാനോ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും തോണ്ടി കേരള നാട്ടിലെ സൗന്ദര്യമാരുടെ കേരള നാട്ടിലെ സൗന്ദര്യമാരുടെ മാനത്തിന് വില പറയുന്ന കോൺഗ്രസിൻ യുവനേതാവ് പാലക്കാട്ടിൽ എംഎൽഎ പീഡനവീരൻ രാഹുലേ നാണമില്ലേ രാഹുലേ രാജിവെക്കൂ പോ പുറത്ത് രാജിവെച്ച് പോ പുറത്ത് അറസ്റ്റ് ചെയ്യൂ ജയിലിലടയ്ക്കൂ ബിജെപിയുടെ പ്രതിഷേധം നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ കോൺഗ്രസിൻ യുവനേതാവ് പാലക്കാട്ടിൻ എംഎൽഎ പീഡനവീരൻ രാഹുലേ നാണമില്ലേ രാഹുലേ രാജിവെക്കൂ പോ പുറത്ത് കേരള നാട്ടിലെ സൗന്ദര്യമാരുടെ മാനത്തിന് വില പറയുന്ന പാലക്കാട്ടിൻ എംഎൽഎ കോൺഗ്രസിൻ യുവനേതാവ് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിന് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നേതൃത്വം നൽകുന്നു. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചു. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രാജ്യസഭയിൽ ഇന്ന് പാസാക്കി. സമ്മേളനത്തിന്റെ അവസാന ദിനത്തിലും സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. 30 ദിവസം ജയിലിലായാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ജൂലൈ 21 ആരംഭിച്ച് ഒരു മാസം നീണ്ടുനിന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിച്ചു. പ്രതിപക്ഷ ബഹളം കാരണം ലോക്സഭ രാവിലെയും രാജ്യസഭ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷവും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ അവതരിപ്പിച്ച് പാസാക്കി. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർത്ത് 30 ദിവസം ജയിലിൽ കിടന്നാൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പദവി നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ബില്ല്. 31 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ബില്ല് പരിശോധിക്കും. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച നടന്ന 3 ദിവസങ്ങളിലൊഴികെ ബാക്കിയുള്ള പ്രവൃത്തി ദിവസങ്ങളെല്ലാം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം തുടങ്ങി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. ബഹളം വയ്ക്കാനല്ല നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചതെന്ന വിമർശനവും പൊതുമുതൽ നശിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന താക്കീതും പലപ്പോഴും സ്പീക്കർ പ്രതിപക്ഷാംഗങ്ങൾക്ക് നൽകി. ചർച്ച വേണമെന്നാവശ്യപ്പെടുന്ന അതേ പ്രതിപക്ഷം ബഹളം വെച്ച് ചർച്ചയും പാർലമെന്റും തടസ്സപ്പെടുത്തുന്നത് മര്യാദകേടാണെന്ന് മുതിർന്ന കേന്ദ്രമന്ത്രിമാരും വിമർശിച്ചിരുന്നു. ജനം, ഡൽഹി.
എസ് നന്ദഗോപൻ നൽകും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. നന്ദൻ, അങ്ങനെ മഴക്കാല സമ്മേളനത്തിന് ഇന്നിപ്പോൾ പരിസമാപ്തിയായിരിക്കുകയാണ്. പക്ഷേ ഈ സമ്മേളന കാലയളവിൽ വളരെ ആരോഗ്യപരമായ പല ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു. വളരെ ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ തോതിൽ സഭാ നടപടികൾ ഈ ഘട്ടത്തിലും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടുതൽ വിശദാംശങ്ങൾ. ഗൗതം, 21 ദിവസമാണ് വർഷകാല സമ്മേളനത്തിനായി സഭ സമ്മേളിച്ചത്. ഇതിൽ ഏതാണ്ട് ലോക്സഭയിൽ 12 ബില്ലുകളും രാജ്യസഭയിൽ 14 ബില്ലുകളും പാസ്സാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ പരിശോധിച്ചാൽ, പാസ്സായ ബില്ലുകൾ പരിശോധിച്ചാൽ ഇന്ത്യൻ പോർട്ട് ബില്ല്, അതേപോലെ തന്നെ ഇൻകം ടാക്സ് ബില്ല്, മൈൻസ് ആൻഡ് മിനറൽസ് അമെൻമെൻറ്റ് ബില്ല്, IIM അമെൻമെൻറ്റ് ബില്ല്, അതേപോലെ തന്നെ നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് അടക്കമുള്ള ബില്ലുകളാണ് സഭയിൽ പാസ്സായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വളരെ സുപ്രധാനപ്പെട്ട ഒരു ബില്ല് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളമുണ്ടായി. അതായത് ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്ന മന്ത്രിമാർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് 30 ദിവസത്തിനകം കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായും സ്ഥാനമൊഴിയേണ്ട രീതിയിൽ പരിഷ്കരിക്കുന്ന രീതിയിലുള്ള ബില്ലായിരുന്നു അവതരിപ്പിച്ചത്. എന്നാൽ പ്രതിപക്ഷം വലിയ രീതിയിൽ അതിനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇതിപ്പോൾ JPC-യിലേക്ക് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ആ ബില്ല് കൈമാറി. ഇത് കൂടാതെ മറ്റ് വളരെ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട ബില്ലും കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയിരുന്നു. ഇന്നിപ്പോൾ രാജ്യസഭയിലും ആ ബില്ല് പാസാക്കി. ഏതായാലും 21 ദിവസം സഭ ചേർന്നപ്പോൾ ചില കണക്കുകൾ പുറത്തു വന്നത് പ്രകാരം ലോക്സഭയിൽ ഏതാണ്ട് 120 മണിക്കൂറുകൾ മാത്രം ചർച്ച നടക്കേണ്ടതിൽ 37 മണിക്കൂറുകൾ മാത്രമായിരുന്നു ലോക്സഭയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് 31% മാത്രം പ്രൊഡക്ടിവിറ്റിയാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. 38.8% ആണ് രാജ്യസഭയുടെ പ്രൊഡക്ടിവിറ്റി. 41 മണിക്കൂറുകൾ മാത്രമാണ് രാജ്യസഭയിൽ ചർച്ച നടന്നത്. പ്രധാനമായും പ്രതിപക്ഷ ബഹളമായിരുന്നു ഈ ചർച്ചകൾ. അതായത് രാജ്യസഭയിലും മഴക്കാല സമ്മേളനത്തിന് ഇന്നിപ്പോൾ പരിസമാപ്തിയായിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളം വിവിധ ദിവസങ്ങളിൽ ആരോഗ്യകരമായ ചർച്ചകളെ ബാധിച്ചു എന്നത് ഒരു വസ്തുതയാണ്. എങ്കിൽ പോലും രാജ്യസഭയും ലോക്സഭയും നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള വളരെ സുപ്രധാനമായ നിരവധി ബില്ലുകൾ പാസ്സാക്കി എന്നത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു ഘടകമാണ്. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ BJP പ്രവർത്തകർക്ക് ഊർജം പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊച്ചിയിലെത്തും. ദ്വിദിന സന്ദർശനത്തിനായി എത്തുന്ന അമിത്ഷാ നാളെ മുതിർന്ന കാര്യകർത്താക്കൾ പങ്കെടുക്കുന്ന BJPയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. 10 മണിക്ക് പാലാരിവട്ടം റിനേ ഹോട്ടലിൽ നടക്കുന്ന BJP സംസ്ഥാന നേതൃയോഗം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന വക്താക്കൾ, NDA സംസ്ഥാന വൈസ് ചെയർമാൻ, മോർച്ച സംസ്ഥാന പ്രസിഡന്റുമാർ, മേഖലാ പ്രസിഡന്റുമാർ, മേഖലാ സംഘടനാ സെക്രട്ടറിമാർ, മേഖലാ ജില്ലാ പ്രഭാരിമാർ, ജില്ലാ പ്രസിഡന്റുമാർ അടക്കമുള്ള മുതിർന്ന കാര്യകർത്താക്കളാണ് സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ വർഷം ജൂലൈ 12-ന് BJPയുടെ പുതിയ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിനും വാർഡ് തല നേതൃയോഗത്തിനുമെത്തിയ അമിത്ഷാ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊരുങ്ങാൻ പ്രവർത്തകരെ ആഹ്വാനം ചെയ്തിരുന്നു. കേരളത്തിൽ BJPയുടെ ഭാവി കരുത്തുറ്റതാണെന്നും BJP ഇല്ലാതെ വികസിത കേരളം സാധ്യമാകില്ലെന്നും തിരുവനന്തപുരത്ത് നേതൃസംഗമത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ സജ്ജമായ BJP വാർഡ് തലം മുതൽ ശക്തമായ പ്രവർത്തനം നടത്തിവരികയാണ്. സംഘടനാ തല തുടർ പ്രവർത്തനങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ചർച്ചയായ കോർ കമ്മിറ്റി യോഗവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവ് BJP പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം പകരുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങൾക്ക് കുതിപ്പേകും. ജനം, കൊച്ചി. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്കും വാർഷിക കൺവെൻഷനും പ്രൗഢോജ്വലമായ സമാപനം. ന്യൂജേഴ്സിയിലെ അറ്റ്ലാന്റിക് സിറ്റിയിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് നടന്നത്. RSSന്റെ അഖില ഭാരതീയ പ്രജ്ഞാപ്രവാഹ് സംയോജക് ജെ നന്ദകുമാർ, സ്വാമി അമൃത സ്വരൂപാനന്ദപുരി, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയകുമാർ, മുൻ DGP ഋഷിരാജ് സിംഗ് എന്നിവരുടെ സാന്നിധ്യവും പ്രഭാഷണവും കൺവെൻഷന്റെ പ്രത്യേകതയായിരുന്നു. അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയില്ല. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം വാങ്ങുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇക്കാര്യങ്ങളാണ് ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഐസൺ പറയൂ.
ഗൗതം, തീർച്ചയായും അദ്ദേഹം തൻ്റെ ഒരു മാധ്യമങ്ങളുമായുള്ളൊരു സംവാദത്തിനിടയിലാണ് മാധ്യമങ്ങളിൽ നിന്ന് ഉയർന്ന ഈ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്. അതായത് എന്ത് യുക്തിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഏത് ന്യായീകരണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അധിക താരിഫ് ഭാരതത്തിന് ചുമത്തുന്നത്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നാണ് ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമല്ല ഭാരതം. മാത്രമല്ല, റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദ്രവീകൃത പ്രകൃതിവാതകം വാങ്ങുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അധിക താരിഫ് ഭാരതത്തിന് ചുമത്തിയത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പമാണ് നിലവിലുള്ളത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് 25% അധിക താരിഫ് ഓഗസ്റ്റ് 27 മുതൽ നടപ്പാക്കാനുള്ള രീതിയിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി ആ എണ്ണ ഭാരതത്തിൽ പ്രോസസ്സ് ചെയ്യുകയും അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചില പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണയുടെ ഇടപാട് നടക്കുന്നത് ഇന്ത്യൻ രൂപയിലാണ്. ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളാർന്ന ചില നടപടികളെല്ലാം തന്നെ റഷ്യയുമായുള്ള എണ്ണ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട്. പക്ഷേ എണ്ണ വാങ്ങി യുക്രൈന് പിന്തുണ ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ യുക്രൈനെതിരെ ആക്രമണം നടത്തുന്നതിനെ റഷ്യയ്ക്ക് പിന്തുണ ഉറപ്പാക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നൊരു ന്യായീകരണം നിരത്തിയാണ് അമേരിക്ക ഭാരതത്തിന് അധിക താരിഫ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ അധിക താരിഫ് ചുമത്തിയിരിക്കുന്നതിൻ്റെ ആ ഒരു വസ്തുത എന്തടിസ്ഥാനത്തിലാണ് ചുമത്തിയത് എന്നത് ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ തുടരുന്നു. കാരണം ഭാരതമല്ല റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണയും അതുപോലെ തന്നെ പ്രകൃതിവാതകവും വാങ്ങുന്നത്. ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകവും എണ്ണയും വാങ്ങുന്ന രാഷ്ട്രങ്ങളിൽ ഭാരതമില്ല. അതിനാൽ തന്നെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ലോകത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. മറ്റൊരു വാർത്ത നോക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സന്ദർശനം ഗൻയാൻ ദൗത്യത്തിലേക്കുള്ള ചവിട്ടുപടിയെന്ന് ഭാരതീയ ഗഗനാചാരി ശുഭാംശു ശുക്ല. ഭാരത് സർക്കാരിനും ISROയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. ഇന്ത്യൻ ഗവേഷകർ നിർദ്ദേശിച്ച പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് നടത്തിയതായി ശുഭാംശു പറഞ്ഞു. ബഹിരാകാശ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. The feelings were similar because everybody involved, like even the SpaceX, the NASA team, the Axiom team and the ISRO team, they were very transparent to the crew. The briefing really happens the first day. First thing that they do is they brief the crew about the issue. What is the issue and what are they doing to deal with it? So there was never any time that we did not know what was wrong and what is happening. So I think, like I said, all the responsible agencies were there and they had the discussion, and the expertise that was there from ISRO really helped to figure out, what the solution is. And so everybody was always aware of what is happening. So there was never a moment of anxiousness in anybody. Nobody is going to send the rocket up if there is a problem. That is what I feel. Like I said, I am ready to put my life in Dr. Narayanan's hand, and whenever he makes a rocket or vehicle, I'm ready to go in that. That is the kind of trust I have on him. So this is what my answer to you is. രാജ്യാന്തരത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്തേ.